നാട്ടിൽ വരുന്നതിന് മുന്നേ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു നമ്മുടെ വീട്ടിലെ മഞ്ഞ റംബൂട്ടാൻ നീ വരുമ്പോഴേക്കും പറിക്കാനാവുമെന്ന്. കറക്റ്റ് ഞാൻ വന്ന നെക്സ്റ്റ് ഡേ തന്നെ ആദ്യം പോയത് ഇത് വലിക്കാനായിരുന്നു. പക്ഷെ ഇതിൻ്റെ കൊമ്പ് എന്ന് പറയുന്നത് നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ കയ്യിലുള്ള തോട്ടിക്കൊന്നും അധികം എത്താനുള്ള ഒരു ഇതില്ലാത്തത് കൊണ്ട് ഞങ്ങൾ അവസാനം ഒരു കൊമ്പിലത്തെ മാത്രം വലിച്ചു. ഈ മരത്തിന് ചുറ്റും വേറെ മരങ്ങളുള്ളത് കൊണ്ട് അതത്ര എളുപ്പമായിരുന്നില്ല കേട്ടോ. അപ്പം ഞാനും എൻ്റെ അനിയനും കൂടെയാണ് ഇത് വലിക്കാനുള്ള ഇതിന് പോയത്. ഞങ്ങൾ വലിക്കാൻ പോയപ്പോഴാണ് ശ്രദ്ധിച്ചത് മിക്ക മഞ്ഞയിലും അണ്ണാനോ കിളിയൊക്കെ കഴിച്ചിട്ട് അതിങ്ങനെ തോട് മാത്രം കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ മിക്കുള്ളവരുടെയും വിചാരം ഈ മഞ്ഞ റംബൂട്ടാൻ പഴുത്തിട്ടില്ല എന്നാണ്. ഒരുപാട് പേര് ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട് ഇത് പഴുത്തിട്ടുണ്ടോ, ഇത് ചുകക്കണ്ടേന്ന്. പക്ഷെ അല്ല, ഇത് മഞ്ഞ തന്നെയാണ്. ഇതാണ് ഇതിൻ്റെ പഴുത്ത സ്റ്റേറ്റ്. ഇത് നല്ല മധുരമാണ്. ഞങ്ങൾക്ക് പറിച്ചിട്ട് ഇതൊരു ബക്കറ്റാണ്. ഈ ഒരു ബക്കറ്റ് മൊത്തം കിട്ടിയിരുന്നു. ആക്ച്വലി ഞങ്ങൾ പറിക്കുമ്പോൾ തന്നെ കുറച്ചൊക്കെ ഇരുന്ന് കഴിച്ചിരുന്നു. പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ കാണിച്ചു എന്നേ ഉള്ളൂ. നല്ല മധുരമാണ് കേട്ടോ ഇത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.